ഹായ് മക്കളെ, ലീഡ്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന SSLC കെമിസ്ട്രിയിലെ 7ാമത്തെ ചാപ്റ്റർ ആയ കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് അല്ലെങ്കിൽ ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നിങ്ങൾക്ക് കുറച്ച് കെമിക്കൽ റിയാക്ഷൻസ് കഴിഞ്ഞ ചാപ്റ്ററിൽ നല്ലൊരു ബേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കെമിക്കൽ റിയാക്ഷൻസ് നിങ്ങൾ പഠിച്ചാൽ മതി. അതുപോലെ കുറച്ച് കാര്യങ്ങൾ സോപ്പൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. അപ്പൊ നമുക്ക് നോക്കിയാലോ. ഓക്കെ മക്കളെ, നമുക്കറിയാം പലതരം ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ടല്ലേ. ഈ ഓർഗാനിക് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ ഓർഗാനിക് സംയുക്തങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാവുന്നേ? എങ്ങനെയെങ്കിലുമൊക്കെ ഒരു റിയാക്ഷൻ നടന്നിട്ടായിരിക്കും ഈ സാധനങ്ങളൊക്കെ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓർഗാനിക് റിയാക്ഷൻസിൽ നിങ്ങൾക്ക് 5 എണ്ണമാണ് ഈ ചാപ്റ്റർ പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റത്തെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനങ്ങൾ എന്ന് പറയും. എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം. ഇപ്പൊ നിങ്ങൾക്ക് പകരം വേറൊരാളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ, സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാ അല്ലെ. അതുപോലെ ഇവിടെ നോക്കാം, നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട്, ഒരു ഹൈഡ്രോ കാർബൺ എടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് CH4. എന്താണ് അതിന്റെ പേര്? മീഥെയ്ൻ അല്ലേ. CH4 കാർബണിന് ചുറ്റും 4 ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയാ, മീഥെയ്ൻ എന്ന് പറയാം. ഈ മീഥെയ്ൻ എന്ത് ചെയ്യുന്നു? ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യാണ്. മീഥെയ്ന് ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം അവിടെയുള്ള ഒരു ക്ലോറിന് ആരെടുക്കുന്നു? ഒരു ഹൈഡ്രജൻ എടുത്തു മാറ്റി അവിടെ കയറിയിരിക്കുന്നു അല്ലേ. അതായത് ഇപ്പൊ എൻ്റെ കയ്യിൽ ഒരു 4 ഓറഞ്ച് ഉണ്ടെങ്കിൽ ആ 4 ഓറഞ്ചിൽ ഒരെണ്ണം മാറ്റി ഒരു ആപ്പിൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം. എന്നിട്ട് ആ ബാക്കിയുള്ള ആൾക്കാരുണ്ടല്ലോ, ഒരു H ബാക്കിയുണ്ട്, ഇവിടെ ഒരു Cl ബാക്കിയുണ്ട്, അങ്ങനെ HCl ആയിട്ട് അത് പുറത്തു പോകുന്നു. ഓക്കെ, അങ്ങനെയാണ് അടുത്ത റിയാക്ഷനിൽ എന്താ സംഭവിക്കുന്നത്? നമുക്ക് എന്താണോ പ്രൊഡക്റ്റ് കിട്ടിയേ, നമുക്ക് ഉൽപ്പന്നങ്ങളായിട്ട് കിട്ടിയത് എന്താണോ ആ ഉൽപ്പന്നങ്ങളെ നമ്മൾ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു? പിന്നെയും ക്ലോറിനുമായിട്ട് അതേ സാധനം തന്നെയായിട്ട് പിന്നെ റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അടുത്ത ഹൈഡ്രജൻ പോകുന്നു. അടുത്ത സ്ഥലത്ത് ഹൈഡ്രജൻ പോയി അവിടെ എന്താവുന്നു? 2 ക്ലോറിനും 2 ഹൈഡ്രജനും ആവുന്നു. ഇവിടുന്ന് എന്താ പോണേ? ഒരു ഹൈഡ്രജനും ഒരു Cl പോണേ. അപ്പോൾ HCl പുറത്തു പോകുന്നു. ഓക്കെ, അടുത്ത റിയാക്ഷനിലോ പിന്നെയും അതേ റിയാക്ഷനാണ് നടക്കുന്നത്. ക്ലോറിൻ ആഡ് ചെയ്യുന്നു, അവിടെ ഒരു ഹൈഡ്രജൻ പോകുന്നു, HCl പുറത്തു പോകുന്നു. അടുത്തത് ഇവിടെയും നടക്കുന്നത് സെയിം റിയാക്ഷൻ ആണ്. അങ്ങനെ അവസാനം നമുക്ക് ഹൈഡ്രജനുകളെ എല്ലാം റീപ്ലേസ് ചെയ്ത് മാറ്റി നമ്മൾ എന്തെടുക്കുവാണ്? ക്ലോറിൻ ആക്കുവാണ്. അവസാനം നമുക്ക് കിട്ടുന്നത് എന്താ? ടെട്രാക്ലോറോമീഥെയ്ൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ആണ്. അപ്പം വളരെ സിമ്പിൾ അല്ലേ. ഈസി ആയിട്ട് ഒരു ഹൈഡ്രോ കാർബണിൽ നിന്ന് വേറൊരു കോമ്പൗണ്ട്, വേറൊരു സാധനം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇവര് തമ്മിൽ എന്ത് ചെയ്യുന്നു? അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിക്കുന്നു. അതായത് ക്ലോറിൻ എന്ത് ചെയ്യുന്നു? ക്ലോറിൻ അവിടെ പോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ പുറത്തു പോകുന്നു. ഇങ്ങനെയുള്ള റിയാക്ഷൻസിനെയാണ് എന്ത് പറയാ? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനങ്ങൾ എന്ന് പറയും. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഒന്നില്ലെങ്കിൽ ക്ലോറിൻ ആയിരിക്കും, Cl2 ആയിരിക്കും, നിങ്ങൾക്ക് ഭൂരിഭാഗം തരുന്നത് Cl2 ആയിരിക്കും, അല്ലെങ്കിൽ ബ്രോമിൻ ആയിരിക്കും. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാനൊരു എക്സാമ്പിൾ, ഒരു ഹോംവർക്ക് തരികയാണ്. CH3 സിംഗിൾ ബോണ്ട് CH3 ഇതിനകത്തോട്ട് ക്ലോറിൻ ആഡ് ചെയ്തിട്ടുള്ള റിയാക്ഷൻസ് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ എഴുതിക്കൊണ്ട് വരണം കേട്ടോ. വളരെ സിമ്പിൾ ആണ്, ഒന്നുമില്ല. ഇതുപോലെ ഇപ്പൊ 4 റിയാക്ഷൻ നടന്നില്ലേ, 4 ഹൈഡ്രജനായിരുന്നു നമുക്ക് മാറ്റാനുണ്ടായിരുന്നത്. ഇവിടെ എത്ര ഹൈഡ്രജനെ മാറ്റണം? 6 ഹൈഡ്രജനെ മാറ്റണം. അപ്പൊ എത്ര റിയാക്ഷൻ ഒക്കെ നടക്കണം എന്നൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് എന്ത് ചെയ്യാം, ഇതിന് ആൻസർ എഴുതിക്കൊണ്ട് വരിക കേട്ടോ. അടുത്തതാണ് അഡീഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ അഡീഷൻ രാസപ്രവർത്തനങ്ങൾ എന്ന് പറയും. നമുക്കറിയാം അഡീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സാധനത്തിനോട് അടുത്ത സാധനം ആഡ് ചെയ്യുക അല്ലേ. ഇപ്പൊ ഞാൻ ഇച്ചിരി പാലിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ എന്താ? അഡീഷൻ റിയാക്ഷൻ അല്ലേ. അതുപോലെ ഒരു സാധനത്തിലോട്ട് ഒരു സാധനം ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അഡീഷൻ റിയാക്ഷൻ എന്ന് പറയാം. ഇവിടെ മെയിൻ ആയിട്ട് അഡീഷൻ റിയാക്ഷൻ നടക്കുന്നത് അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള, അപൂരിതമായിട്ടുള്ള സംയുക്തങ്ങളിലായിരിക്കും, കോമ്പൗണ്ടുകളിലായിരിക്കും. ഓക്കെ, അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരുന്നു? കാർബണും ഡബിൾ ബോണ്ടും കാർബണും ട്രിപ്പിൾ ബോണ്ടും വരുന്നതാണ് എന്ത്? അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം എടുക്കുന്നത് ഈഥീൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ടാണ്. കാർബണും ഡബിൾ ബോണ്ട് വരുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്രോമിൻ ആഡ് ചെയ്യുക ഈഥീനിലോട്ട്. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഒന്നും സംഭവിക്കുന്നില്ല. നിങ്ങൾ ഒന്ന് ആലോചിക്കാം,
കാർബണിലെ ഡബിൾ ബോണ്ട് മാറി ഈ ഒരു ഡബിൾ ബോണ്ട് മാറും. ഇവിടെയുള്ള ഈ ഡബിൾ ബോണ്ട് മാറി എന്ത് സംഭവിക്കുന്നു? അവിടെ ബ്രോമിന്റെ ബോണ്ട് വരികയാണ്. ഓക്കെ, ഇനി ബാക്കിയുള്ള ഹൈഡ്രജനെ ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? അഡീഷൻ റിയാക്ഷന്റെ പ്രൊഡക്റ്റ് കിട്ടി. അങ്ങനെയാണെങ്കിൽ അടുത്തത് നോക്കിയേ. അടുത്തത് പിന്നെയും ഈഥീനാണ്. ഈഥീനിലോട്ട് വെള്ളം ആഡ് ചെയ്യുന്നതാണ്. HOH ഉണ്ട്. നിങ്ങൾ ഇത്ര ശ്രദ്ധിച്ചാൽ മതി. ഡബിൾ ബോണ്ട് എവിടെ കിടക്കുന്നു? അതിന് തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഒരു കാർബൺ ആറ്റം ഉണ്ടാവുമല്ലോ. ആ കാർബൺ ആറ്റത്തിലോട്ടായിരിക്കും ഈ സാധനം ആഡ് ചെയ്യുന്നത്. ആ 2 കാർബൺ ആറ്റത്തിലോട്ട്, 2 എണ്ണമായിട്ടാട്ടോ വരിക. അപ്പൊ 2 കാർബൺ ആറ്റത്തിലോട്ടായിരിക്കും ഈ ഇവിടെയുള്ള സാധനം ആഡ് ചെയ്യുക. ഇപ്പം ബ്രോമിന് Br2 എന്നാ തന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക. Br2 എന്നാണെങ്കിൽ Br അങ്ങനെ 2 കാർബണിലോട്ട് പോകുന്ന വിധത്തിൽ നിങ്ങൾ എഴുതാം. ഇനിയിപ്പം ഇതിനകത്ത് വരുന്നത് ഏതൊക്കെയാന്ന് വെച്ചാൽ Cl2 വരും. Cl2 അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടിലോട്ട് ആഡ് ചെയ്യാൻ വരും. Cl2 വരും, Br2 വരും, HCl വരും, HBr വരും. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുക? അഡീഷൻ റിയാക്ഷനിൽ പങ്കെടുക്കുക കേട്ടോ. പിന്നെ ഉള്ളതാണ് ഹൈഡ്രജൻ. H2 വരും കേട്ടോ. ഇങ്ങനെ H2 ഒക്കെ വന്നു കഴിഞ്ഞ് ലാസ്റ്റ് എന്ത് ചെയ്യും? അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള, അതായത് അപൂരിതമായിട്ടുള്ള ഡബിൾ ബോണ്ട് ഒക്കെയുള്ള സാധനങ്ങൾ സിംഗിൾ ബോണ്ടായിട്ട്, ഏകബന്ധമുള്ള ആൾക്കാരായിട്ട് മാറും. ഇപ്പം ഒരു എക്സാമ്പിള് ഈഥൈൻ എടുക്കുക കേട്ടോ. ഈഥൈൻ എടുക്കുവാണേ. ഇതിനകത്തോട്ട് ഹൈഡ്രജൻ ആഡ് ചെയ്തു. എന്ത് സംഭവിക്കും? ഒരു ഹൈഡ്രജൻ അപ്പുറത്ത് പോവും, ഒരു ഹൈഡ്രജൻ ഇപ്പുറത്ത് പോവും. കാർബണിന്റെ വാലൻസ് നോക്കുക. അപ്പൊ എങ്ങനെ വരും? CH2 ഡബിൾ ബോണ്ട് CH2 എന്ന് വരും. ഓക്കെ, സാച്ചുറേറ്റഡ് ആയോ? ഇല്ല. ഇനി അതിനെ സാച്ചുറേറ്റഡ് ആക്കാൻ എന്ത് ചെയ്യണ്ടേ? പിന്നെയും CH2 ഡബിൾ ബോണ്ട് CH2നോട് എന്ത് ആഡ് ചെയ്യണം? പിന്നെ ഒരു ഹൈഡ്രജൻ ആഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? CH3 സിംഗിൾ ബോണ്ട് CH3 എന്ന് വരും. വളരെ സിമ്പിൾ അല്ലേ? അതായത് ഡബിൾ ബോണ്ട് നമുക്കറിയാം, അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന കാർബൺ ആറ്റത്തിലോട്ട് നമുക്ക് എന്താണ് ആഡ് ചെയ്യേണ്ടത്? 2 സാധനം ഉണ്ടാവും എന്തായാലും. അതങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. സിമ്പിളാണ്. ആൻസർ കിട്ടി കേട്ടോ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഏത് റിയാക്ഷനാന്ന് പറഞ്ഞ് ചോദിക്കാം. ഡബിൾ ബോണ്ട് ഉണ്ടോ നോക്കാം. പിന്നെ ഞാൻ ഈ പറഞ്ഞതിൽ ഈ ഏതെങ്കിലും ഒരു സാധനമാണോ ആഡ് ചെയ്തേക്കണേ നോക്കുക. നിങ്ങൾക്ക് ആൻസർ കിട്ടും കേട്ടോ. അടുത്തതാണ് എന്ത്? പോളിമറൈസേഷൻ റിയാക്ഷൻ. പോളിമറൈസേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾക്കറിയാം, നമ്മൾ മാലയൊക്കെ ഉണ്ട് അല്ലേ? മാലയൊക്കെ എല്ലാവരും മാല ഇടുന്നതാണ്. കുറേ മുത്തുകൾ കോർത്തിട്ടാണ് എന്തുണ്ടാവുക? വലിയൊരു മാല ഉണ്ടാവുക അല്ലേ? കുറേ മുത്ത് കോർത്ത് വലിയൊരു മാല ഉണ്ടാവുന്നു. അങ്ങനെയാണ് ഈ ഓരോ മുത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? മോണോമർ. പോളിമറൈസേഷൻ റിയാക്ഷനിൽ ഈ ഓരോ മുത്തിനെയാണ് മോണോമർ എന്ന് പറയാ. അതെല്ലാം ചേർന്നുണ്ടാവുന്ന വലിയ മാലേനെയാണ് നമ്മൾ എന്ത് പറയാ? പോളിമർ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്നാ? കുഞ്ഞു സിമ്പിളായിട്ടുള്ള മോളിക്യൂൾസ് കൂടി ചേർന്ന് വലിയൊരു മോളിക്യൂൾസ് ഉണ്ടാവുന്നു. ഇപ്പൊ ഇവിടെ തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഈഥീൻ എന്ന് പറഞ്ഞൊരു സാധനം, അതിന് തൊട്ടപ്പുറത്ത് N എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് കുറേ ഈഥീൻ, N നമ്പർ ഓഫ് ഈഥീൻസ് കൂടിച്ചേർന്ന് ഇത് കുറേ ഈഥീനാട്ടോ. 1, 2 ഇതെല്ലാം ഈഥീനാന്ന് വിചാരിക്കാം. 1, 2, 3, 4, 5, 6 കുറേ ഈഥീൻസ് കൂടിച്ചേർന്ന് മൊത്തത്തില് പോളി ഈഥീൻ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ചെയിനായിട്ട് മാറുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? പോളിമറൈസേഷൻ റിയാക്ഷൻ എന്ന് പറയാം. ഇപ്പം ഇവിടെ N നമ്പർ തന്നു, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെയുള്ള ഈ ഡബിൾ ബോണ്ട് എടുത്ത് ഈ സൈഡിലിട്ട് ഒരു ബ്രാക്കറ്റ് ഇട്ട് അതിൻ്റെ താഴെ ഒരു N ഇട്ടിട്ടുണ്ടെങ്കിൽ അതാണ് എന്ത്? പോളി ഈഥീൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ, ടെട്രാഫ്ലൂറോ ഈഥീൻ. ഇതെങ്ങനെയാ ഫോം ചെയ്യുക മക്കളെ? ഒന്നുമില്ല. ടെട്രാഫ്ലൂറോ ഈഥീൻ എങ്ങനെയാ? ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്. ഈ ഡബിൾ ബോണ്ട് രണ്ടും അപ്പുറത്തെടുത്തിട്ടു N ടൈംസ് ടെട്രാഫ്ലൂറോ ഈഥൈൻ ഫോം ചെയ്തു. ഈ ഫോം ചെയ്ത ഈ ഒരു പോളിമറിനെയാണ് നമ്മൾ എന്ത് പറയാ? ടെഫ്ലോൺ എന്ന് പറയാം. ടെഫ്ലോൺ അല്ലെങ്കിൽ പോളി ടെട്രാഫ്ലൂറോ ഈഥൈൻ എന്ന് പറയും. ടെട്രാഫ്ലൂറോ ഈഥൈന് കുറേ ടെട്രാഫ്ലൂറോ ഈഥൈൻ ഇതുപോലത്തെ N നമ്പേഴ്സ്, ഇവിടെ N കൂടിച്ചേരുന്ന കുറേ കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ N എഴുതേണ്ട ആവശ്യമില്ല. അല്ലാത്തപ്പോൾ N നമ്പേഴ്സ് ഓഫ് ടെട്രാഫ്ലൂറോ ഈഥൈന് കൂടിച്ചേർന്ന് എന്താ ഉണ്ടാവുന്നു? പോളി ടെട്രാഫ്ലൂറോ ഈഥൈൻ അല്ലെങ്കിൽ ടെഫ്ലോൺ ഉണ്ടാവുന്നു കേട്ടോ. നിങ്ങളോട് ചോദിക്കും, ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, അതുകൊണ്ട് പഠിക്കാം കേട്ടോ. ഇനി അടുത്തതാണ് കുറച്ച് പോളിമർ മോണോമേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഏതൊക്കെയാ?
ഒന്ന് ഈഥീൻ്റെ. ഈഥീൻ നിങ്ങൾക്ക് ഒന്നുമില്ല, മോണോമർ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മോണോമർ ഈഥീൻ ആണെങ്കിൽ പോളിമർ പോളി ഈഥീൻ ആയിരിക്കും. മോണോമർ വിനൈൽ ക്ലോറൈഡ് ആണെങ്കിൽ മറ്റത് പോളി വിനൈൽ ക്ലോറൈഡ് ആയിരിക്കും. എന്താ നിങ്ങൾക്കറിയാം, പി വി സി പൈപ്പൊക്കെ ഉണ്ടാക്കുന്ന യൂസസ് പഠിക്കണം കേട്ടോ. അടുത്തതാണ് ടെട്രാഫ്ലൂറോ ഈഥൈൻ അല്ലെങ്കിൽ ടെഫ്ലോൺ. ടെഫ്ലോൺ എന്തിനാ ഉപയോഗിക്കുന്നത്? നമ്മുടെ ഈ നോൺ സ്റ്റിക്ക് പാത്രത്തിലെ ഈ ഒരു കോട്ടിംഗ് ഒക്കെ എന്തുകൊണ്ട് ഉണ്ടാക്കുന്നയാ? ടെഫ്ലോണും കൊണ്ട് ഉണ്ടാക്കുന്നയാ. ടെട്രാഫ്ലൂറോ ഈഥൈൻ മോണോമർ ആണെങ്കിൽ അതിന്റെ പോളിമർ പോളി ടെട്രാഫ്ലൂറോ ഈഥൈൻ അല്ലെങ്കിൽ അതിന് ഒരു പേര് വിളിക്കും ടെഫ്ലോൺ കേട്ടോ. അത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. നിങ്ങളോട് എപ്പോഴും ചോദിക്കുന്നതാണ് PVC യും ടെഫ്ലോണും നാച്ചുറൽ റബ്ബറും. നാച്ചുറൽ റബ്ബറിന്റെ മോണോമർ ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ഐസോപ്രീൻ കേട്ടോ. അങ്ങനെ മാറിപ്പോവാണ്ട് പഠിക്കുക. അതിന്റെ യൂസസ് നമുക്കറിയാം. നാച്ചുറൽ റബ്ബറൊക്കെ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? റബ്ബർ, ടയേഴ്സ്, ചെരുപ്പ്, അങ്ങനെയൊക്കെ ഒന്ന് ആലോചിക്കുക. പിന്നെ PVC പൈപ്പ്സ് ഉണ്ടാക്കാൻ വേണ്ടി ടെഫ്ലോൺ ഒക്കെ എന്തിനാ? കോട്ടിങ്ങിന് അല്ലേ? അതായത് ഒരു പാത്രം കോട്ട് ചെയ്യാൻ വേണ്ടി, നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള പാത്രം കോട്ട് ചെയ്യാൻ വേണ്ടി എന്തുപയോഗിക്കുന്നു? ടെഫ്ലോൺ ഉപയോഗിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പം നിങ്ങളോട് ചോദിക്കുകയാണ് പോളിമറൈസേഷൻ റിയാക്ഷന്. ഇപ്പം NCF2 ഡബിൾ ബോണ്ട് CF2 ഇങ്ങനെ ഒരു കോമ്പൗണ്ട് തന്നെന്ന് വിചാരിക്കാം. എന്നിട്ട് ഇവിടെ വേറെ അടുത്ത കോളത്തിൽ CF2 ഡബിൾ ബോണ്ട് CF2 അല്ലെ സിംഗിൾ ബോണ്ട് CF2 N എന്ന് എഴുതി. ഇതിന് നടുക്ക് പോളിമറൈസേഷൻ റിയാക്ഷൻ എവിടെയെങ്കിലും മാച്ച് ദ ഫോളോയിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ N നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? മാച്ച് ചെയ്യുക കേട്ടോ. N നോക്കി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കണ്ടാൽ അറിയാലോ, ബ്രാക്കറ്റ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം നമുക്ക് പോളിമറൈസേഷൻ റിയാക്ഷൻ എന്ന് അറിയാൻ പറ്റും. അടുത്തതാണ് കമ്പഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ ഹൈഡ്രോ കാർബണുകളുടെ ജ്വലനം എന്ന് പറയും. എന്താ കമ്പഷൻ റിയാക്ഷൻ? നമുക്കറിയാം കമ്പഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സാധനത്തിന് ചൂടാക്കുന്നതിനെയാണ്, കത്തിക്കുന്നതിനെയാണ് നമ്മൾ കമ്പഷൻ എന്ന് പറയാം. കത്തിക്കണമെങ്കിൽ എന്തിന്റെ പ്രസൻസിലാണ് കത്തിക്കുക? ഓക്സിജന്റെ പ്രസൻസിലാണ് എന്തെങ്കിലും ഒരു സാധനം കത്താല. അപ്പൊ ഇവിടെ ഒരു ഹൈഡ്രോ കാർബണുകളെ നമ്മൾ ബേൺ ചെയ്യുന്നത് എന്തിന്റെ പ്രസൻസിലാ? ഓക്സിജന്റെ പ്രസൻസിൽ. ഏത് ഹൈഡ്രോ കാർബൺ എടുത്തിട്ടുണ്ടെങ്കിലും ബേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആയിരിക്കും കിട്ടുക കേട്ടോ. അത് ബാലൻസ് ചെയ്യേണ്ട പ്രശ്നം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇങ്ങനെ ഒരു റിയാക്ഷൻ തന്നോന്ന് വിചാരിച്ചോ, ഇവിടെ ഇത്രയും തന്നു, ഇവിടെ മീഥെയിൻ ആണ് എടുത്തേക്കണേ. ഓക്സിജന്റെ പ്രസൻസിൽ ബേൺ ചെയ്ത് കഴിയുമ്പോൾ എന്താ കിട്ടുക? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിരിക്കും കിട്ടുക. ഇവിടെ ഇതാണ് ഒരു എക്സാമ്പിൾ വന്നേക്കണേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഒന്ന് ചെയ്ത് നോക്കാം. CH3 CH2 CH3 ഈ ഒരു സാധനം ഓക്സിജന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്ത് കഴിയുമ്പം എന്ത് കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് എഴുതാ? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ് കിട്ടുക. എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ഇത് നോക്കിയിട്ടൊന്ന് ബാലൻസ് ചെയ്ത് കൊടുക്കുക. എത്ര കാർബൺ ഉണ്ട്, എത്ര ഹൈഡ്രജൻ ഉണ്ട്, എത്ര ഓക്സിജൻ ഉണ്ടെന്നുള്ളതിൽ ബാലൻസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ്. അടുത്തതാണ് തെർമൽ ക്രാക്കിംഗ്. തെർമൽ ക്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യുന്നു? ഹൈ മോളിക്കുലർ മാസ് ഉള്ള ഹൈഡ്രോ കാർബണുകൾ, അതായത് മോളിക്കുലർ മാസ് കൂടുതലുള്ള ഹൈഡ്രോ കാർബണുകൾ എന്തിന്റെ ആബ്സെൻസിൽ? എയറിന്റെ ആബ്സെൻസിൽ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ, എയറിന്റെ പ്രസൻസിലല്ല, എയറിന്റെ ആബ്സെൻസ് ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതെന്ത് ചെയ്യുന്നു? അത് ലോവർ മാസസ് ഉള്ള കുഞ്ഞു മാസസ് ഉള്ള രണ്ട് ഹൈഡ്രോ കാർബണുകളായിട്ട് മാറും. അതിലൊന്ന് എന്തായിരിക്കും? അൺസാച്ചുറേറ്റഡ് ആയിരിക്കും, ഒരെണ്ണം സാച്ചുറേറ്റഡ് ആയിരിക്കും. സിമ്പിളായിട്ട് എഴുതാവുന്നേ ഉള്ളൂ. നിങ്ങളൊരു കാര്യം ചെയ്യാം. CH3 CH2 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 CH3 ഈ ഒരു സാധനം ഇതിനെ തെർമൽ ക്രാക്കിംഗ് നടത്തുമ്പോൾ, അതായത് എയറിന്റെ തെർമൽ ക്രാക്കിംഗ് എന്താന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. എയറിന്റെ ആബ്സെൻസിൽ ഹൈ മോളിക്കുലർ മാസ് ഉള്ള, മോളിക്കുലർ മാസ് കൂടുതലുള്ള തന്മാത്ര മാസ്, അതായത് മോളിക്കുലർ മാസ് കൂടുതലുള്ള ഹൈഡ്രോ കാർബണുകൾ എയറിന്റെ ആബ്സെൻസിൽ ഹീറ്റ് ചെയ്ത് കഴിയുമ്പം അവിടെ എന്താ ഉണ്ടാവുന്നു? മോളിക്കുലർ മാസ് കുറവുള്ള രണ്ട് സാധനം ഉണ്ടാവുന്നു. അതിലൊരെണ്ണം എന്താണ്? ഒരെണ്ണം എന്തായിരിക്കും? ഡബിൾ ബോണ്ട് അൺസാച്ചുറേറ്റഡ് ആയിരിക്കും, ഒരെണ്ണം സാച്ചുറേറ്റഡ് ആയിരിക്കും. ഇത്രയും കാര്യം ഓർത്തിരിക്കുക കേട്ടോ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന 5 റിയാക്ഷൻസ് ആണ് ഞാൻ പറഞ്ഞത്. ഫസ്റ്റത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, പിന്നെ ഉള്ളതാണ് അഡീഷൻ റിയാക്ഷൻ, പിന്നെ ഉള്ളതാണ് പോളിമറൈസേഷൻ റിയാക്ഷൻ, കമ്പഷൻ റിയാക്ഷൻ, പിന്നെ ഉള്ളതാണ് തെർമൽ ക്രാക്കിങ്. ഓരോന്നിനെയും മനസ്സിലാക്കാൻ സിമ്പിളായിട്ട് മനസ്സിലാക്കുന്ന വിധം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ എന്ത് ചെയ്യുക? ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുന്നുണ്ടോ അങ്ങനെ നോക്കുക. Cl2 ഒക്കെ ആയിരിക്കും അതിന് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് വരിക.
രണ്ടാമത്തെ സിംഗിൾ ബോണ്ട് ആയിരിക്കും അത്. ഓക്കെ, രണ്ടാമത്തത് അഡീഷൻ റിയാക്ഷൻ എന്തായിരിക്കും? ഡബിൾ ബോണ്ടിലും ട്രിപ്പിൾ ബോണ്ടിലാണ് അഡീഷൻ റിയാക്ഷൻ നടക്കുക. ഏതൊക്കെ ആഡ് ചെയ്യുക? Cl2, Br2, Br, HCl, H2 ഇങ്ങനെയുള്ള കോമ്പൗണ്ടുകളാണ്, മോളിക്യൂൾസ് ആണ് അതിനോട് ആഡ് ചെയ്യാന്ന് ഓർക്കാം. മൂന്നാമത്തെയാണ് പോളിമറൈസേഷൻ റിയാക്ഷൻ. എന്തെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ? പോളിമറൈസേഷൻ റിയാക്ഷൻ ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് പോളിമേഴ്സ് അതിന്റെ മോണോമേഴ്സ് പഠിച്ചു വെക്കുക, യൂസസ് പഠിച്ചു വെക്കുക. അടുത്താണ് കമ്പഷൻ റിയാക്ഷൻ. കമ്പഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എയറിന്റെ പ്രസൻസിൽ, കമ്പഷൻ എന്ന് പറഞ്ഞാൽ എയറിന്റെ പ്രസൻസിൽ ചൂടാക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡും വാട്ടറും കിട്ടുന്നതാണ് എന്ത്? കമ്പഷൻ റിയാക്ഷൻ. അടുത്തതാണ് തെർമൽ ക്രാക്കിംഗ്. എന്താ? വലിയ വലിയ ഹൈഡ്രോ കാർബണുകൾ എയറിന്റെ ആബ്സെൻസിൽ ചൂടാക്കി കഴിയുമ്പം കുഞ്ഞി എന്തുണ്ടാവുന്നു? ഭാരമുള്ള മോളിക്കുലർ മാസ് ഉള്ള ഹൈഡ്രോ കാർബണുകൾ കിട്ടും കേട്ടോ. വളരെ സിമ്പിൾ ആണ്. എല്ലാ തവണയും എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. ഞാൻ പറഞ്ഞിട്ടുള്ള ഹോംവർക്ക്സ് നിങ്ങൾ എഴുതുക. ഈ ഒരു നോട്ട്സ്, ഇതിന്റെ ഓരോ നോട്ട്സും കറക്റ്റ് ആയിട്ട് നോട്ടിലോട്ട് എഴുതി അടുത്ത ദിവസം വരിക കേട്ടോ. അപ്പം അടിപൊളിയായിട്ട് പഠിക്കുക.